നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണ കമ്മലുകൾ ഊരിയെടുത്ത 2 പേരെ നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. നാരായണി നദിയിൽ ഒഴുകിയെത്തിയ മൃതദേഹത്തിൽ നിന്നാണ് പ്രതികൾ കമ്മലുകൾ മോഷ്ടിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. തടികഷ്ണങ്ങളും സ്ത്രീയുടെ മുടിയും ഉപയോഗിച്ച് മൃതദേഹം നദിയിൽ നിന്ന് കരയിലേക്ക് വലിച്ചെടുത്ത ശേഷം പ്രതികൾ 2 കാതുകളിൽ നിന്നും കമ്മലുകൾ ഊരിയെടുത്ത് മാറ്റിവെക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. സംഭവം കണ്ടുനിന്നവർ ഇത് ഫോണിൽ വീഡിയോ എടുത്തു. നേപ്പാൾ പോലീസ് പിന്നീട് ഈ വീഡിയോ ഔദ്യോഗികമായി പങ്കുവച്ചുകൊണ്ടാണ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത്. ചിത്താൻ പോലീസിന്റെ അന്വേഷണത്തിൽ 25-കാരനായ മദൻ ഗുരുങ്, 38-കാരനായ ഉമേഷ് ചൌധരി എന്നിവരാണ് പ്രതികളെന്ന് തിരിച്ചറിഞ്ഞു. വ്യാഴാഴ്ച ഭരത്പൂർ മെട്രോപൊളിറ്റൻ സിറ്റി 1-ലെ പോക്കറ ബസ് പാർക്കിന് സമീപത്തു നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതെന്ന് പ്രാദേശിക മാധ്യമമായ ഖബർഹബ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ നേപ്പാളിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഇതുവരെ 470ഓളം പേർ മരണപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. കാണാതായ 1400-ലധികം ആളുകൾക്കായി രക്ഷാപ്രവർത്തകർ ചെളിയിലും അവശിഷ്ടങ്ങൾക്കിടയിലും തിരച്ചിൽ തുടരുകയാണ്. പ്രളയത്തിൽ നിരവധി ഗ്രാമങ്ങൾ പൂർണ്ണമായി ഒഴുകിപ്പോയിട്ടുണ്ട്.